വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE-ലാണ്. UAE-യിൽ JSKയുടെ അഫിലിയേഷനോടുകൂടി JSKയുടെ ചീഫ് ഇൻസ്ട്രക്ടറും അതുപോലെ തന്നെ എക്സാമിനർ കൂടിയായ മിസ്റ്റർ അബ്ദുൽ സമദാണ് നമ്മുടെ അതിഥി. അദ്ദേഹം അൽഹസാം കരാട്ട സെൻറ്റർ എന്ന ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാട്ട സെൻറ്ററിൻ്റെ ഡയറക്ടർ കൂടിയാണ്. കരാട്ടയെക്കുറിച്ചും അതുപോലെ തന്നെ JSK അസോസിയേഷനോട് കൂടിയിട്ടുള്ള അഫിലിയേഷനോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീ അബ്ദുൽ സമദ് സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. താങ്ക് യു. താങ്കളുടെ ഈ ഒരു രംഗത്തേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? തുടക്കം എങ്ങനെയായിരുന്നു ഈ കരാട്ട മേഖലയിൽ? നമുക്കറിയാം 27 വർഷമായി താങ്കൾക്ക് ഈ ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ചോദ്യം. എൻ്റെ കുടുംബത്തിലെ ഗ്രാൻഡ് ഫാദറും എല്ലാം പാരമ്പര്യമായി പഴയ കാലങ്ങളിലുള്ള കളരി അഭ്യാസികളായിരുന്നു. എൻ്റെ ഫാദർ നല്ലൊരു കളരി അധ്യാപകനും കൂടിയായിരുന്നു ആ കാലങ്ങളിൽ. അദ്ദേഹം അതിൻ്റെ ശേഷം വിദേശത്തേക്ക് വരികയും വിദേശത്ത് UAE ഡിഫൻസിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് വിളിച്ചിട്ട് പറയാറുണ്ടായിരുന്നു എന്തെങ്കിലും ആയോധന കല പഠിക്കണമെന്ന്. ആ സമയത്ത് ഞാൻ കളരി ആയിരുന്നു പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് കളരി സെൻറ്ററുകൾ കിട്ടാത്തത് കൊണ്ട് അന്ന് ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ അകലെയുള്ള കരാട്ട സെൻറ്ററിലേക്കാണ് ഞാൻ ആദ്യമായി പോകുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ കാലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇൻ്റർനാഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി, അതിൻ്റെ ചീഫ് ഇൻസ്ട്രക്ടർ, അതിൻ്റെ ഫൗണ്ടറും കൂടിയായ ഡോക്ടർ KM ഭാഷ എല്ലാ ആളുകൾക്കും അറിയപ്പെടുന്ന ഒരു മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ബ്രാഞ്ചിലെയാണ് ആദ്യമായി ജോയിൻ ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ 10 കിലോമീറ്റർ അകലെയുള്ള അവിടുന്ന് പിന്നെ നിരന്തരമായി ഡോക്ടർ KM ഭാഷയുടെ ശിക്ഷണത്തിൽ പഠിച്ച് വളരുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും സീനിയർ ശിഷ്യനാവാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോട്ടോക്കാൻ കരാട്ടയിൽ 4 ട്രഡീഷണൽ സ്റ്റൈലുകളാണുള്ളത്. എല്ലാവർക്കും അറിയാം. ഷിട്ടോറി, ഗുജൂറി, വഡോറി, ഷോട്ടോക്കാൻ്റെ ഫൗണ്ടറാണ് ഗിജീൻ ഫിനാക്കോഷിയുടെ നേരെ ശിഷ്യനാണ് നക്കായാമ. എല്ലാവർക്കും അറിയുന്നതാണ്. നക്കായാമയുടെ ഡയറക്റ്റ് ശിഷ്യനായ ആ കേഗോ ഹാബസൻസായി ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഷോട്ടാക്കാൻ്റെ സീനിയർ മാസ്റ്ററായ ഇന്ന് ഏകദേശം അദ്ദേഹത്തിന് 77 വയസ്സായിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അഫിലിയേഷൻ എടുക്കുകയും ആ സമയം UAE-യിലേക്ക് 2010 ഞാൻ UAE-യിലേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു UAE-യിൽ ഇത്തരത്തിലുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എല്ലാ സ്കൂളുകളിലും മറ്റ് ജില്ലകളിലും എല്ലാ സ്കൂളുകളിലും വ്യാപകമായി കരാട്ട ഉണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ആ സമയത്തുണ്ടായിരുന്ന ഓരോ മാസ്റ്റേഴ്സും മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ക്ലാസ് എടുക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ സ്കൂളുകളിൽ ഇത് എത്രത്തോളം ക്ലാസ്സുകൾ വ്യാപകമാക്കാമെന്നുള്ള ഒരു ചിന്ത വരുന്നത്. ഞാൻ സ്കൂളുകൾ കയറുകയും സെൻട്രൽ സ്കൂളുകളും MES ഇതുപോലുള്ള സ്കൂളുകളിൽ 6 സ്കൂളുകളിൽ ഞാൻ ക്ലാസ് എടുത്തിരുന്നു. ആ സമയത്താണ് എൻ്റെ കൂട്ടുകാർ എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് ഇതിലേറെ വിദേശത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഒന്ന് വരണം. പല കൂട്ടുകാരും ഇവിടെ കരാട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന UAE-യിൽ നടത്തിക്കൊണ്ടിരുന്നത് പലരും എന്നെ ക്ഷണിച്ചു. ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. കരാട്ടയിൽ സജീവമായി ക്ലബ്ബ് തുടങ്ങണം, അല്ലെങ്കിൽ ഇവിടെ ഇൻസ്ട്രക്ടറായി കയറണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വന്നിട്ടുള്ളത്. വന്ന സമയത്താണ് പല ആളുകളും, എൻ്റെ ജൂനിയറായ പല ആളുകളും സ്വന്തമായി കരാട്ട ക്ലബ്ബുകളും മാസ്റ്റേഴ്സുമായി ഇവിടെ
വളരെ ഉയർന്ന നിലവാരത്തിലുള്ളത്. ഞാൻ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. പല ആളുകളും ഒരുപാട് ആളുകൾ എന്നെ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ആ സമയത്ത് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കുകയും ഇവിടുത്തെ UAE ഫെഡറേഷൻ്റെ എക്സാം ഇരിക്കുകയും അതിനുശേഷം JSK ജപ്പാൻ ഷോട്ടാക്കൻ കരാട്ട അസോസിയേഷൻ്റെ അഫിലിയേഷൻ എടുക്കുകയും അതിൻ്റെ എക്സാം പവറും UAE റെപ്രസെൻറ്റേറ്റീവായി അവരെന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. അത് ആ സമയം ഞാൻ വന്ന സമയം ഫസ്റ്റ് സ്കൂളുകളിലായിരുന്നു എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. 2 സ്കൂളുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കരാട്ടയുടെ ഒരു എംപ്ലോയി ആയിരുന്നില്ല. ഞാൻ UAE ദുബായ് എയർപോർട്ട് അതോറിറ്റിയുടെ എംപ്ലോയി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കിട്ടുന്ന ഒരു പരിമിതമായ സമയത്ത് മാത്രമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോഴും ഞാൻ UAE അതോടൊപ്പം തന്നെ അവിടുന്ന് എൻ്റെ മാനേജറായിട്ടുള്ള TG നാരായൺ സാറുടെ സപ്പോർട്ട് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഈ അഫിലിയേഷൻ എടുക്കുന്ന കാര്യത്തിലും എനിക്ക് കരാട്ട സെൻറ്റർ തുടങ്ങാനുള്ള എല്ലാ സപ്പോർട്ടും അവർ തന്നു. അങ്ങനെ അൽ ഹസാം കരാട്ട സെൻറ്റർ ഷാർജയിൽ തുടക്കം കുറിക്കുകയും ഇവിടെ നമ്മളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഷാർജയിൽ 2 ക്ലബ്ബുകൾ വേറെയുമുണ്ട്. അബുദാബിയിലൊരു ക്ലബ്ബുണ്ട്. UAEയിൽ ഈ ക്ലബ്ബ് നമ്മളെ പുതുതായിട്ട് കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ കരാട്ട പരിശീലകരുടെ യോഗ്യത അവരെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അവരുടെ ഒരു സപ്പോർട്ട് എത്രമാത്രം ഈ മേഖലയിൽ താങ്കൾക്കുണ്ട്? കരാട്ടയിൽ മാത്രമല്ല, നമ്മൾ കരാട്ട, കുൻഫു, കളരി, തായ്ച്ചി എല്ലാ മൂമെൻറ്റ്സും പഠിച്ച പ്രാവീണ്യമുള്ള ആളുകളാണ്. കളരിയിൽ പ്രാവീണ്യം പ്രാപിച്ച ആളുകൾ നമ്മളെ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് മാസ്റ്റേഴ്സിലും ഉണ്ട്. അവരുടെ ടീച്ചിങ് ക്വാളിറ്റി, അതിന് പ്രത്യേക ട്രെയിനിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ എക്സസൈസും സ്കാൻ ചെയ്ത എക്സസൈസുകളാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാറുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു എക്സസൈസ് എത്രത്തോളം ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യുന്നു അത് മാത്രം നമ്മൾ ഉപയോഗപ്പെടും. ചില എക്സസൈസുകൾ ചില ശരീരത്തിന് ഗുണം ചെയ്യാത്ത, അതായത് ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാമിങ്ങിന് മുമ്പ് ചില ജോയിൻസ് എക്സസൈസ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ വാമിങ് എക്സസൈസ് കഴിഞ്ഞതിന് ശേഷമേ ജോയിൻസ് എക്സസൈസ് ചിലത് കൊടുക്കാൻ പാടും, ചിലത് വാമിങ്ങിൻ്റെ മുമ്പ് കൊടുക്കാൻ പറ്റും. ഇത്രയും കെയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതൊരു കുട്ടികൾക്ക് ഒരു കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇത് ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഇതിൽ നിന്നും നമുക്കൊരു വ്യക്തി ജീവിതത്തിൽ ലഭ്യമാകാൻ സാധിക്കും? കരാട്ട ഫിസിക്കലി മാത്രമല്ല, മെൻ്റലി ആയിട്ടുള്ള വളർച്ചയും കുട്ടികളുടെ ബുദ്ധിപരമായിട്ടുള്ള അവരുടെ പഠനത്തിലും എനർജറ്റിക്കായി. പലപ്പോഴും പല പേരൻസും വന്നിട്ട് എന്നോട് പറയാറുണ്ട്, എൻ്റെ കുഞ്ഞ് ആക്റ്റീവല്ല, എന്താ മാഷേ ഞാൻ ചെയ്യും? ഞാൻ പറയും അവരോട്, നിങ്ങൾ കുട്ടിയെ ഫ്രീ ആയിട്ട് വിടും, കുട്ടിയെ കളിക്കാൻ വിടും, നിങ്ങൾ കരാട്ട പഠിപ്പിക്കും. അവർ ഒരു ആഴ്ച ക്ലാസ്സിലേക്ക് വന്ന് അതിൻ്റെ റിസൾട്ട് കാണുന്നത് എൻ്റെ കുട്ടി ആക്റ്റീവാണ് എന്ന് പറയും. കരാട്ടയുടെ ബെനിഫിറ്റ് കരാട്ട പഠിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. കരാട്ടയിൽ യോഗ തെറാപ്പി പോലെ തന്നെ കരാട്ടയിലും തെറാപ്പി പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്നു. സത്യത്തിൽ കരാട്ട തെറാപ്പി ജപ്പാനിലും വേൾഡിലും പഴയ കാലങ്ങളുണ്ടായിരുന്നു. സത്യത്തിൽ യോഗ തെറാപ്പി, ഫിസിയോതെറാപ്പി പോലെ പഴയ കാലങ്ങളിൽ കരാട്ട തെറാപ്പി നിലനിന്നിരുന്നു. കരാട്ട തെറാപ്പി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഫിസിക്കലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കരാട്ടയിലൂടെ അത് പരിഹരിക്കാൻ പറ്റും. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര ജനങ്ങൾ അതിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ക്ലബ്ബുകളിൽ അതിനുള്ള ഒരു ഉത്ബോധനം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പലപ്പോഴും പല ചെറിയ ഫിസിക്കലി പ്രോബ്ലമുള്ള കുട്ടികൾക്ക് കരാട്ട പ്രാക്ടീസിലൂടെ അതിന് പരിഹാരം ഞങ്ങൾ
ഈ കളരിയും കരാട്ടയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ബന്ധങ്ങളും എന്തൊക്കെയാണെന്ന് പറയും? സത്യത്തിൽ കളരിയും കരാട്ടയും മാർഷൽ ആർട്സ് എല്ലാം ഒന്ന് തന്നെയാണ്. കരാട്ട ജപ്പാൻ ഒക്കിനാവ ദ്വീപിൽ നിന്നാണ് കരാട്ട വരുന്നത്. അതിൻ്റേതായ ഒരു സ്റ്റൈലും അതിൻ്റേതായ ഒരു ചുറുക്കും കരാട്ടയ്ക്കുണ്ട്. കളരി കേരളത്തിൻ്റെ തനതായ സ്റ്റൈലാണ്. അത് അതിൻ്റേതായ ഒരു കേരളീയ രീതിയിൽ സ്റ്റൈലിലാണ് അത് പോകുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. രണ്ടും ആയോധന കലയുടെ രണ്ട് നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. നാട്ടിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അവിടെ നമ്മുടെ ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടി സംസാരിച്ചാൽ നന്നായിരിക്കും. ഞാൻ ഏകദേശം 20 വർഷം മുമ്പ് കരാട്ട ക്ലാസ് ബ്രൗൺ ബെൽറ്റുള്ള സമയത്ത് ഞാൻ ആരംഭിച്ചതാണ്. ആ ക്ലാസ് എന്നും നിലനിൽക്കുന്നത്. അതിൻ്റെ ബ്രാഞ്ചസ് ഒരുപാട് ജില്ലയുടെ പല മേഖലയിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇതിനേറെ പറയാം, നമ്മളുടെ ബ്രാഞ്ചസ് ഖത്തറിലും ഉണ്ട്. ഇനി നമ്മളുടെ ബ്രാഞ്ചസ് സൗദിയിൽ നമ്മളൊന്ന് തുടങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, സ്കൂളുകളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നാട്ടിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടിൽ ഇതിൻ്റെ കരാട്ടയുടെ ഗുണങ്ങളെപ്പറ്റി ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ഇനിയും കൂടുതൽ മേഖലയിൽ വ്യാപിപ്പിക്കാൻ ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി പല മേഖലയിലും ഞങ്ങൾ ക്ലാസ്സുകളും ബ്രാഞ്ചസും തുടങ്ങാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തായാലും ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ്, ഇപ്പോൾ വളർന്നു നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും പ്ലാനുകളോ പദ്ധതികളോ താങ്കളുടെ മനസ്സിലുണ്ടോ? ഞങ്ങൾ കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ചസ് തുടങ്ങുവാനും ഒരുപാട് സെമിനാറുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UAE ഇപ്പോൾ ഷാർജ, ദുബായ്, അബുദാബി കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രാഞ്ചസുകൾ തുടങ്ങാനുള്ള ശ്രമങ്ങളുണ്ട്. സ്കൂളുകൾ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഫ്യൂച്ചറിൽ ഞങ്ങളുടെ മാസ്റ്റേഴ്സിൻ്റെ സ്പെഷ്യൽ ടീച്ചർ ട്രെയിനിങ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. താങ്കളുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഒരു മേഖല എത്രമാത്രമുണ്ട്? കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? അവർ വിശേഷങ്ങൾ അറിഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ കുടുംബത്തിൽ ഫാദറ്, മദറ്, 3 ആൺകുട്ടികളുണ്ട് എനിക്ക്. അവർ ആക്റ്റീവാണ് കരാട്ടയിൽ. ഒരാൾ തൈക്കോണ്ടോയും കരാട്ടയും പഠിക്കുന്നുണ്ട്. ബാക്കി 2 പേരും കണ്ടു പഠിക്കുന്നുണ്ട്. അവർ ആക്റ്റീവാണ്. വീട്ടിൽ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കരാട്ടയിലേക്ക് കിട്ടുന്നത്. കരാട്ടയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് കിട്ടുന്നുണ്ട്. ഷാർജയിലുള്ള അൽഹസാം കരാട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. ഷാർജയിലെ അൽഹസാം കരാട്ട സെൻറ്റർ നിലനിൽക്കുന്നത് അൽഖാസിമിയ ഏരിയയിലാണ്. അൽമബദ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കരാട്ട സെൻറ്റർ എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 2500 സ്ക്വയർ ഫീറ്റിൽ ഒരു ഡോജോ തന്നെ 1500 ഏരിയ ഉണ്ട്. കരാട്ട ഡോജോ, യോഗ സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്, ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരാട്ട, യോഗ, കളരി, എയറോബിക്സ് എല്ലാ ട്രെയിനിങ്ങോട് കൂടി, എല്ലാ ഫെസിലിറ്റീസോട് കൂടി ഞങ്ങൾ അൽഹസാം കരാട്ട സെൻറ്റർ ഷാർജ അൽഖാസിമിയ ഏരിയയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംബന്ധിച്ചതിൽ ഹൃദയംഗമ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.